കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനം. പരിശുദ്ധ പരമല തിരുമേനിയുടെ ചൈതന്യവും നിരന്തരമായ സാന്നിധ്യവും അനുഭവിക്കുന്ന ഈ പുണ്യഭൂമിയിൽ ഒരുമിച്ച് നമുക്ക് ദൈവമുമ്പാകെ ബലിയർപ്പിക്കുവാൻ ദൈവം അനുഗ്രഹിച്ച കരുണയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഈ പരുമല ദേവാലയത്തിൽ ഈ സെൻട്രൽ ത്രോൺ ഹൗസിൽ വിശുദ്ധ കുർബാന ചൊല്ലുന്നത്. 22 വർഷം മുമ്പ് ചെറിയ ത്രോൺ ഹൗസിൽ ഒരു കുർബാന ചൊല്ലാൻ തക്കവണ്ണം ഭാഗ്യം ലഭിച്ചു. സാധാരണഗതിയിൽ വെള്ളിയാഴ്ച അഭിവന്യ പിതാക്കന്മാരാണല്ലോ ഇവിടെ ബലിയർപ്പിക്കുന്നത്. ഇന്ന് എനിക്കങ്ങനെ ഒരു ഭാഗ്യം ലഭിച്ചു. അതിനവസരം തന്ന എൻ്റെ ഏറ്റവും പ്രിയ വാത്സല്യമുള്ള സ്നേഹിതനും സഹോദരനുമായിരിക്കുന്ന എൽദോ അച്ഛനോടുള്ള പ്രത്യേകമായിട്ടുള്ള സന്തോഷവും നന്ദിയും ഈ സമയത്ത് പങ്കിടുന്നു. ഇന്ന് വായിച്ച വിശുദ്ധ എവൻഗേലിയോൻ ഭാഗം വിശുദ്ധനായ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 21 അധ്യായത്തിൻ്റെ 15 മുതൽ 19 വരെയുള്ള വാക്യങ്ങളാണ്. നമ്മുടെ കർത്താവിൻ്റെ പുനരുത്ഥാനത്തിന് ശേഷം തിബിരിയോസ് കടൽ തീരത്തിൽ വച്ച് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷമാകുന്നതിനെ തുടർന്ന് നടക്കുന്ന ഒരു സംഭവമാണ് ഇന്നത്തെ വേദഭാഗം. പത്രോസ് അപ്പോസ്തലനോട് നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് 3 പ്രാവശ്യം ചോദിക്കുന്നതും, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പത്രോസ് മറുപടി നൽകുന്നതും, തുടർന്ന് നീ എന്നെ അനുഗമിക്കുക എന്ന് കർത്താവ് പറയുന്നതുമാണ് വേദഭാഗത്തിൻ്റെ പ്രതിപാദ്യം. 2 ചിന്തകൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാൻ താല്പര്യപ്പെടുന്നു. പുതിയ ചിന്തകളൊന്നുമല്ല, നമ്മുടെ മനസ്സിലുള്ള ചിന്തകളെ ഒന്നുകൂടെ പുതുക്കുവാൻ ആഗ്രഹിക്കുന്നു എന്ന് മാത്രം. ഒന്നാമത് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്, യേശു തമ്പുരാൻ പത്രോസ് അപ്പോസ്തലനെ കൊണ്ട് നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിക്കുന്നതിന് മറുപടിയായി എന്നെ സ്നേഹിക്കുന്നു എന്ന് 3 പ്രാവശ്യം പറയുമ്പോൾ അതിലടങ്ങിയിരിക്കുന്ന കാതലായ ഒരാശയം എന്ന് പറയുന്നത് റീഇൻസ്റ്റേറ്റിംഗ് ദ ഡിസൈപ്പിൾഷിപ്പ് ഓഫ് സെയിന്റ് പീറ്റർ എന്ന് പറയുന്ന ഒരാശയമാണ്. റീഇൻസ്റ്റേറ്റിംഗ് ദ ഡിസൈപ്പിൾഷിപ്പ്, ശിഷ്യത്വം പുനഃസ്ഥാപിക്കപ്പെടുക. നമ്മുടെ ചെറുപ്പം മുതൽ നാം കേട്ട് മനസ്സിലാക്കി പഠിച്ചിട്ടുള്ള ഒരു ചിന്തയാണ്. 3 പ്രാവശ്യം പത്രോസ് കർത്താവിനെ തള്ളിപ്പറയുന്നത് കൊണ്ട് അതിന് പ്രതിപകരമായി 3 പ്രാവശ്യം ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് ഏറ്റുപറയിക്കുന്നു എന്നുള്ളൊരു ചിന്ത. അതോടൊപ്പം തന്നെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ചിന്തയാണ് ഞാൻ ഓർമ്മിപ്പിച്ചത്, ശിഷ്യത്വം പുനഃസ്ഥാപിക്കപ്പെടുക എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 16 അധ്യായത്തിന്റെ 7 വാക്യത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നു, നിങ്ങൾ പോയി അവൻ്റെ ശിഷ്യന്മാരോടും പത്രോസിനോടും അവൻ നിങ്ങൾക്ക് മുമ്പ് ഗലീലയ്ക്ക് പോകുന്നു എന്ന് പറവീൻ. അവൻ നിങ്ങളോട് പറഞ്ഞതുപോലെ അവിടെ അവനെ കാണും എന്ന് പറവീൻ. നമ്മുടെ കർത്താവിൻ്റെ പുനരുത്ഥാനത്തിന്റെ ദിവസം അതിരാവിലെ സുഗന്ധവർഗ്ഗങ്ങളുമായിട്ട് കർത്താവിൻ്റെ കല്ലറയിലേക്ക് എത്തുന്ന സ്ത്രീകളോട് ദൂതൻ നടത്തുന്ന പ്രതിവചനമാണിത്. അവിടെ പറയുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നു, നിങ്ങൾ പോയി അവൻ്റെ ശിഷ്യന്മാരോടും പത്രോസിനോടും.
അവിടെ ശിഷ്യന്മാരുടെ ഗണത്തിൽ പത്രോസിനെ ഉൾപ്പെടുത്തിക്കൊണ്ടല്ല അവിടെ സംസാരിക്കപ്പെടുന്നത്. പത്രോസ് എന്ന് എടുത്തു പറയുകയാണ്. നിങ്ങൾ പോയി എൻ്റെ ശിഷ്യന്മാരോടും പത്രോസിനോടും പറയണം. പ്രിയമുള്ളവരെ, കർത്താവിനെ തള്ളിപ്പറയുന്ന ഒരു ഘട്ടത്തിൽ പത്രോസിന് സംഭവിക്കുന്ന ഒരു അനുഭവം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിന്റെ ശിഷ്യത്വത്തിൽ നിന്ന് അന്യവൽക്കരിക്കപ്പെട്ട ഒരു അനുഭവമാണ്. ക്രിസ്തുവിനോട് ചേർന്ന് ജീവിക്കുവാൻ ഇഷ്ടപ്പെടുന്ന ഞാനും നിങ്ങളും അനുദിനം ദൈവാശ്രയത്തോടെയും ദൈവ സംസർഗത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും വിശുദ്ധ കുർബാന അനുഭവത്തിലൂടെയും ഒക്കെ നമ്മുടെ ക്രൈസ്തവ ജീവിതം നിരന്തരമായി തുടരുന്ന ഘട്ടത്തിൽ എവിടെയെങ്കിലുമുള്ള ജീവിത സാഹചര്യങ്ങളിൽ ക്രിസ്തുവിനെ മറക്കുവാനും തള്ളിപ്പറയുവാനും വിസ്മരിക്കുവാനും സാധ്യത ഉണ്ടാകുന്നെങ്കിൽ അവിടെ നഷ്ടപ്പെടുന്ന ഒരു ക്രിസ്ത്യത്വമുണ്ട്, അവിടെ നഷ്ടപ്പെടുന്ന ക്രിസ്ത്യാനി എന്ന് പറയുന്ന ഒരു പദവിയുണ്ട് എന്നുള്ളത് നാം വിസ്മരിച്ചുകൂടാ. അതുകൊണ്ട് പത്രോസിനെ കൊണ്ട് ഇവിടെ ഏറ്റുപറയിക്കുന്ന സന്ദർഭത്തിൽ ഇവിടെ ഒരു അനുതാപത്തിന്റെ, ഇവിടെ ഒരു വിശുദ്ധ കുംഭസാരത്തിന്റെ തലമുണ്ടെന്നുള്ള തിരിച്ചറിവ് നമ്മെ കർത്താവിടെ ഓർപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് റീഇൻസ്റ്റേറ്റിംഗ് ദ ഡിസൈപ്പിൾഷിപ്പ് ഓഫ് സെയിന്റ് പീറ്റർ എന്ന് ഞാൻ പറഞ്ഞത്. പ്രിയമുള്ളവരെ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ക്രിസ്തുവിനെ മറന്ന് ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞ് ജീവിക്കുന്ന സാഹചര്യങ്ങൾ അനുദിന ജീവിതത്തിലുണ്ടെങ്കിൽ അവിടെ ഒരു പുനർവായന നമുക്ക് ആവശ്യമാണ്, അവിടെ ഒരു തിരിച്ചുവരവ് നമുക്ക് ആവശ്യമാണ്. അവിടെ നാം പ്രാപിച്ചിട്ടുള്ള പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വീണ്ടും ഉദ്ദീപിപ്പിക്കേണ്ട ഒരു ആവശ്യകത നമുക്കുണ്ട് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ടതാണ്. രണ്ടാമത്, നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് പത്രോസിനോട് ചോദിക്കുന്ന ഒരു ചോദ്യം, ഇത് നമുക്ക് എല്ലാവർക്കുമായി വളരെ ബന്ധപ്പെട്ട ഒരു ആശയമാണ്. വിശുദ്ധ മാമോദീസായിലൂടെ ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗമായി ചേർക്കപ്പെട്ട നമുക്ക് നിരന്തരമായ ദൈവ സംസർഗത്തിലൂടെയും വിശുദ്ധ കുർബാനാനുഭവത്തിലൂടെയും ക്രൈസ്തവ ജീവിതം മുന്നോട്ട് നയിക്കുന്ന നമുക്ക് ക്രിസ്തുവുമായിട്ടുള്ള ബന്ധം എപ്രകാരമാണ് എന്നുള്ളൊരു പുനർവായനയുടെ തലമാണ്, ഒരു വെല്ലുവിളിയാണ് ഈ വേദഭാഗം നമ്മുടെ മുമ്പിൽ ഉയർത്തുന്നത്. നാം ആരോടാണ് പറ്റിച്ചേർന്നിരിക്കുന്നത്? ക്രിസ്തു നമുക്ക് ആരാണ്? നമുക്ക് ലഭിച്ചിരിക്കുന്ന കുടുംബം, നമുക്ക് ലഭിച്ചിരിക്കുന്ന മക്കൾ, നമുക്ക് ലഭിച്ചിരിക്കുന്ന സമ്പത്ത്, നമുക്ക് ലഭിച്ചിരിക്കുന്ന മറ്റെല്ലാ അനുഗ്രഹങ്ങൾ, ഈ അനുഗ്രഹങ്ങളെക്കാൾ അപ്പുറമായി ക്രിസ്തുവിനെ സ്നേഹിക്കുവാനും ക്രിസ്തുവിനെ മുറുകെ പിടിക്കുവാനുമുള്ള ഒരു സാധ്യത ഈ ക്രൈസ്തവ ജീവിതത്തിൽ നേടിയെടുക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളൊരു പുനർവായന ഈ വേദഭാഗം നമ്മെ ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ക്രിസ്തു നമുക്കാരാണ്? യേശു ക്രിസ്തു കാണിച്ചു തന്ന മൂല്യങ്ങൾ, ക്രൈസ്തവ മൂല്യങ്ങൾ, ക്രിസ്തു നമ്മെ പഠിപ്പിച്ചിട്ടുള്ള കിങ്ഡം വാല്യൂസ്, ഇത് നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം പ്രസക്തി ഉള്ളതാണ്? നാം ആരോടാണ് പറ്റിച്ചേർന്നിരിക്കുന്നത് എന്നുള്ളത് നാം ചിന്തിക്കണം. യേശു ക്രിസ്തുവിന്റെ തേജസ് കണ്ട് ക്രിസ്തുവിനെ മുറുകെ പിടിച്ച് ക്രിസ്തുവിന്റെ സ്നേഹത്തെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് തന്റെ ജീവിതം ദൈവസന്നിധിയെ സമർപ്പിച്ച് സായൂജ്യമണഞ്ഞ ഒരു പുണ്യപിതാവിന്റെ മധ്യസ്ഥതയിൽ അദ്ദേഹത്തിന്റെ പാദസ്പർശനമേറ്റ സ്ഥലത്ത് നാം ഇരുന്ന് ആരാധിക്കുമ്പോൾ, ദൈവവചനം കേൾക്കുമ്പോൾ, ദൈവവചനം സംസാരിക്കുമ്പോൾ പരിശുദ്ധനായ പരിമരത്തിരുമേനിയുടെ ജീവിതവും സാക്ഷ്യവും എന്ത് നമ്മെ ഓർമ്മിപ്പിക്കുന്നുവോ ആ ക്രൈസ്തവ മൂല്യങ്ങൾക്ക് ക്രിസ്തു പഠിപ്പിച്ച കിങ്ഡം വാല്യൂസിന്റെ പ്രതിനിധികളായി, വക്താക്കളായി മുന്നോട്ട് ജീവിക്കാനുള്ള ഒരു സാധ്യത നമ്മുടെ ആരാധനയിലൂടെ രൂപപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അവിടെയാണ് നമ്മുടെ ജീവിതം ധന്യമായി തീരുന്നത് എന്നുള്ളത് പ്രത്യേകമായി ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. പ്രിയമുള്ളവരെ, പരിശുദ്ധനായ പരിമരത്തിരുമേനിയുടെ മധ്യസ്ഥതയിൽ നാം ഇവിടെ കൂടി നിന്ന് ആരാധന അർപ്പിക്കുമ്പോൾ, ദൈവവചനത്തെ സ്വീകരിക്കുമ്പോൾ, ആ പുണ്യപിതാവ് ക്രിസ്തുവിനെ നോക്കിക്കണ്ട് ക്രിസ്തുവിന്റെ സ്നേഹത്തെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായി കണ്ട് ജീവിച്ചതുപോലെ, അനേകർക്ക് സാക്ഷ്യമുള്ള ജീവിതം നയിച്ചതുപോലെ, ആ പുണ്യവാന്റെ മാതൃക പിൻപറ്റി നല്ല മനസ്സാക്ഷിയുള്ളവരായി, നല്ല മനുഷ്യരായി ജീവിക്കുവാനുള്ളൊരു സാധ്യതയ്ക്ക് വേണ്ടിയാണ് ഈ പുണ്യപിതാവിന്റെ മധ്യസ്ഥതയിൽ നാം ഇന്ന് അപേക്ഷ സമർപ്പിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും. എല്ലാവരേക്കാൾ അധികമായി, എല്ലാത്തിനേക്കാൾ അധികമായി
ദൈവം നൽകിയിരിക്കുന്ന എല്ലാ ദാനങ്ങളെക്കാൾ, താലന്തുകളെക്കാൾ അധികമായി ക്രിസ്തുവിനെ സ്നേഹിക്കുവാനും ക്രിസ്തുവിനെ മുറുകെ പിടിക്കുവാനും ക്രിസ്തുവിനോട് ചേർന്ന് ജീവിക്കുവാനും നമുക്കിടയാകുമ്പോഴാണ് നമ്മുടെ ജീവിതം ധന്യമായി തീരുന്നത്. പലപ്പോഴും നാം ക്രിസ്തുവിനെ സമീപിക്കുന്നത് പരിശുദ്ധനായ പരിമല തിരുമേനിയും മറ്റു വിശുദ്ധന്മാരുടെ മധ്യസ്ഥതയും ഒക്കെ നമ്മൾ ആശ്രയിക്കുന്നതിന്റെ പിന്നിൽ വ്യക്തിപരമായി പല താല്പര്യങ്ങളും ഒക്കെ നേടിയെടുക്കുവാനാണെങ്കിൽ, നമ്മുടെ ജീവിതത്തിന്റെ ക്രൈസിസ് മാനേജ്മെന്റിന് വേണ്ടിയാണ് നാം ഈ പിതാക്കന്മാരെ ക്രിസ്തുവിനെയൊക്കെ അനുഗമിക്കുന്നതെങ്കിൽ അവിടെ ഒരു അർത്ഥശൂന്യത ഉണ്ട് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം. മറിച്ച് എല്ലാറ്റിലും ഉപരിയായി ക്രിസ്തുവിനെ സ്നേഹിക്കുവാനുള്ള, ക്രിസ്തുവിനെ പിൻപറ്റുവാനുള്ള ഒരു സാധ്യത നമുക്കുണ്ടാക്കിയെടുക്കണം. അതിന് പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ മധ്യസ്ഥതയും അദ്ദേഹത്തിന്റെ ജീവിതത്തെ പിൻപറ്റുന്നത് കൊണ്ട് നമുക്ക് ഇടവരട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ബലപ്പെടുത്തട്ടെ.